സ്പാനിഷ് നഗരമായ സെയൂട്ട അല്ലെങ്കിൽ സെയൂട്ട വഴി മൊറോക്കോയിൽ നിന്ന് ആയിരക്കണക്കിന് അഭയാർത്ഥികൾ അനധികൃതമായി സ്പെയിനിലേക്ക് കുടിയേറി എന്ന വെസ്റ്റേൺ മീഡിയ വാർത്ത കണ്ട് സ്ത്രീകളും കുട്ടികളും ഫോണുകൾ വാട്ടർ പ്രൂഫ് കവറുകളിൽ പൊതിഞ്ഞ് കടൽ നീന്തിക്കടന്നവർ കുറഞ്ഞത് 57 പേർ മരിച്ചു. മുങ്ങി മരിച്ചവരും വേലിയിലെ തിക്കിലും തിരക്കിലും ചതഞ്ഞറിഞ്ഞവരും ഇതിൽപ്പെടുന്നു. ആഴ്ചകൾക്ക് മുമ്പ് കടലിലൂടെ സെയൂട്ടയിലോ മറ്റൊരു സ്പാനിഷ് നഗരമായ മെലിയയിലോ എത്താൻ ശ്രമിക്കുന്ന ആളുകളെ പൂർണ്ണമായും തിരിച്ചയക്കുന്ന നടപടികൾ ഇനി പാലിക്കാൻ കഴിയില്ലെന്ന് സ്പാനിഷ് സുപ്രീം കോടതി വിധിച്ചു. പകരം സാവധാനത്തിലുള്ള സാധാരണ കുടിയേറ്റ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കേണ്ടി വരും. എന്നുവെച്ചാൽ അതിൽ അനുയോജ്യരായവരെ സ്പെയിനിൽ താമസിക്കാൻ അനുവദിക്കേണ്ടി വരും. ഈ വിധിയെ ഇല്ലീഗൽ മൈഗ്രേഷൻ കടത്തുകാർ ഒരു പഴുതായി കണ്ട് ആളുകളിൽ നിന്ന് പണം സ്വീകരിച്ച് അവരെ സിയൂട്ടയിലേക്ക് കടത്തിവിട്ടു എന്നാണ് സ്പാനിഷ് മന്ത്രാലയങ്ങൾ പറയുന്നത്. പക്ഷേ ഇത് മാഡ്രിഡിന് മാത്രം സൗകര്യപ്രദമായ ഒരു വിശദീകരണമാണ്. സിയൂട്ട ശരിക്കും സ്പാനിഷ് മെയിൻലാൻഡിലല്ല സ്ഥിതി ചെയ്യുന്നത്. പകരം ജിബ്രാൾട്ടർ കടലിടുക്കിന്റെ ആഫ്രിക്കൻ ഭാഗത്താണ് സിയൂട്ട സ്ഥിതി ചെയ്യുന്നത്. കരയിലൂടെ പൂർണ്ണമായും മൊറോക്കോയാൽ ചുറ്റപ്പെട്ടിരിക്കുന്നു. സ്പാനിഷ് മെയിൻലാൻഡിൽ നിന്ന് പൂർണ്ണമായും വേർപെട്ടിരിക്കുന്ന ഒരു ഭൂപ്രദേശം. കർദീജിയക്കാർ, ഗ്രീക്കുകാർ, റോമാക്കാർ എന്നിവർ ഈ നഗരം കോളനിവൽക്കരിച്ചു. പിന്നീട് നൂറ്റാണ്ടുകളോളം അറബ്, മൂർ, ബെർബർ ഭരണത്തിന് കീഴിലായി. 1415 പോർച്ചുഗൽ ഇത് പിടിച്ചെടുത്തു. 1580 സ്പാനിഷ് പോർച്ചുഗീസ് കിരീടങ്ങൾ ഒരു രാജാവിന് കീഴിൽ ഒന്നിച്ചപ്പോൾ സെയൂട്ട സ്പാനിഷ് ഭാഗത്തേക്ക് മാറ്റപ്പെട്ടു. പിന്നീട് ഈ രണ്ട് കിരീടങ്ങളും വീണ്ടും വേർപിരിഞ്ഞപ്പോൾ സെയൂട്ട സ്പെയിനിനോടൊപ്പം തുടരുമെന്ന് പോർച്ചുഗൽ ഔദ്യോഗികമായി അംഗീകരിച്ചു. ഇത് 400-ലധികം വർഷത്തെ തുടർച്ചയായ സ്പാനിഷ് ഭരണമാണ്. സ്പെയിനിന്റെ തന്നെ മറ്റൊരു ആഫ്രിക്കൻ എൻക്ലേവായ മെലിയ സ്പെയിനിലെ കത്തോലിക്ക രാജാക്കന്മാർ 1497 ഫെസിലെ സുൽത്താനിൽ നിന്ന് പിടിച്ചെടുത്തതാണ്. നമുക്കറിയാവുന്ന ആധുനിക മൊറോക്കൻ രാഷ്ട്രം നിലവിൽ വരുന്നതിന് മുമ്പ്. ചുരുക്കത്തിൽ സ്പെയിനിന്റെ വാദം മൊറോക്കോ ഒരു രാജ്യമാകുന്നതിന് മുമ്പ് തന്നെ തങ്ങൾ ഇത് കൈവശം വെച്ചിരുന്നു. മൊറോക്കോ പക്ഷേ ഇത് അംഗീകരിക്കുന്നില്ല. അവർ സെയൂട്ടയെയും മെലിയയെയും അധിനിവേശ പ്രദേശങ്ങളായാണ് കണക്കാക്കുന്നത്. 8-ാം നൂറ്റാണ്ടിലെ ഇസ്ലാമിക അധിനിവേശങ്ങളെ ചൊല്ലിയാണ് ഈ വാദം. പോർച്ചുഗീസ് സ്പാനിഷ് വരവിനും 700 വർഷങ്ങൾക്ക് മുമ്പുള്ള ഒരു അവകാശവാദം. എന്നാൽ നിയമപരമായി പശ്ചിമ സഹാറ പോലെ കോളനിവൽക്കരണ വിമോചനത്തിനായി കാത്തിരിക്കുന്ന പ്രദേശങ്ങളുടെ UN പട്ടികയിൽ സെയൂട്ട ഇല്ല. രാഷ്ട്രീയമായി മൊറോക്കോ എന്നിരുന്നാലും തുടർച്ചയായി ഈ വാദം ഉന്നയിക്കുന്നു. 500 വർഷങ്ങളായി പരിഹരിക്കപ്പെടാത്ത ഈ തർക്കമാണ് ഇവിടെ നടക്കുന്ന ഓരോ കുടിയേറ്റ പ്രതിസന്ധിയുടെയും പിന്നിലുള്ള കാരണം. സ്പെയിനിന് മേൽ സമ്മർദ്ദം ചെലുത്തേണ്ട ഘട്ടത്തിലെല്ലാം, പ്രത്യേകിച്ച് പശ്ചിമ സഹാറ തർക്കത്തിന്റെ ഭാഗമാകുമ്പോഴെല്ലാം മൊറോക്കോ തങ്ങളുടെ അതിർത്തി പ്രദേശം തുറന്നിട്ടുകൊണ്ട് ആളുകളെ സെയൂട്ടയിലേക്ക് കുടിയേറാനായി പ്രേരിപ്പിക്കുന്നു എന്ന സത്യം നിലനിൽക്കുന്നു. സെയൂട്ട അവർക്ക് ഒരു വിലപേശൽ ആയുധമാണ്. തങ്ങൾ പറയുന്നതിന് ചെവി കൊടുത്തില്ലെങ്കിൽ 10,000-കണക്കിന് ആളുകളെ സ്പെയിനിലേക്ക് തുറന്നുവിട്ട് ആ രാജ്യത്തിന്റെ സുരക്ഷ തകരാറിലാക്കുമെന്ന നിലപാട്. 2021 മുൻ സംഭവം ഇത് വ്യക്തമാക്കുന്നു. 2021 മെയ് മാസത്തിൽ 2 ദിവസത്തിനുള്ളിൽ 1500 പ്രായപൂർത്തിയാകാത്തവർ ഉൾപ്പെടെ 6000 വരെ കുടിയേറ്റക്കാർ സെയൂട്ടയിലേക്ക് നീന്തിക്കയറി എന്ന് അന്നത്തെ സ്പെയിനിന്റെ ആഭ്യന്തരമന്ത്രി പറഞ്ഞു. സ്പാനിഷ് ഉദ്യോഗസ്ഥർ ഇതിനെ ബ്ലാക്ക്മെയിൽ എന്ന് വിളിച്ചു. ഇപ്രാവശ്യത്തെ പ്രതിസന്ധിക്ക് മൊറോക്കോയുടെ സ്പെയിനിലെ അംബാസഡർ മൊറോക്കോ രാജ്യം ആഗ്രഹിച്ചതല്ല ഇതെന്ന് ആണ് പരസ്യമായി മറുപടി പറയുന്നത്. പക്ഷേ അതൊരു വിൺവാക്ക് മാത്രം.
സിയൂട്ടയുടെ പ്രാദേശിക പ്രസിഡന്റ് സമ്പൂർണ്ണ മാനുഷിക സാമൂഹിക അടിയന്തരാവസ്ഥ ആ പ്രദേശത്ത് പ്രഖ്യാപിക്കുകയും സൈന്യത്തെ അയക്കാൻ മാഡ്രിഡിനോട് ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട്. പ്രധാനമന്ത്രി പെഡ്രോ സാഞ്ചസ് നേരിട്ട് സെയൂട്ടയിലേക്ക് എത്തിച്ചേരുകയും ചെയ്തു. ഇറ്റലി സ്പെയിനിൽ നിന്നുള്ള യാത്രയ്ക്ക് താൽക്കാലികമായി അതിർത്തി പരിശോധനകൾ പുനഃസ്ഥാപിച്ചു. ഫ്രാൻസ് സ്പെയിനുമായുള്ള സ്വന്തം അതിർത്തിയിൽ അധിക പരിശോധനകൾക്ക് ഉത്തരവിട്ടു. 48 മണിക്കൂറുകൾക്കുള്ളിൽ ഒരു പ്രാദേശിക പ്രതിസന്ധി യൂറോപ്യൻ യൂണിയനിൽ വ്യാപകമായ ഒന്നായി മാറി. ദിസ് ടേക്സ് us to the bigger question. എന്തുകൊണ്ടാണ് യൂറോപ്പിലേക്ക് ഓടിക്കയറാൻ എല്ലാ ദരിദ്ര രാഷ്ട്ര നിവാസികൾക്കും ഇത്ര തിടുക്കം, ഇത്ര വേവലാതി, ഇത്ര ഇഷ്ടം? കാരണം ഒന്നു തന്നെ, അവിടെയുള്ള ജീവിത സൗകര്യം, എല്ലാവർക്കും തുല്യത ഉറപ്പുവരുത്തുന്ന നിയമങ്ങൾ, ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ്, തൊഴിൽ പരിരക്ഷ, കൃത്യമായ മണിക്കൂറുകൾ മാത്രം തൊഴിൽ ചെയ്ത് സ്വന്തം ജീവിതം കൂടി ആസ്വദിച്ചു കൊണ്ടുപോകാവുന്ന ഭരണ സംവിധാനം. ഇനി ഏതെങ്കിലും കാരണവശാൽ തൊഴിലെടുക്കാൻ വയ്യാതായാൽ അവിടങ്ങളിലെ ഭരണകൂടങ്ങൾ തന്നെ തങ്ങളെ സംരക്ഷിക്കും എന്ന ഉറപ്പ്, സ്ത്രീ സുരക്ഷ, ഉയർന്ന വിദ്യാഭ്യാസം, ഉയർന്ന ജീവിത നിലവാരം, സുരക്ഷിതത്വം, അക്രമങ്ങളുടെ കുറവ്. അങ്ങനെ നോക്കുമ്പോൾ ഒരു ആധുനിക മനുഷ്യൻ തൻ്റെ ജീവിതത്തിൽ എന്തെല്ലാം സൗകര്യങ്ങൾ ഉണ്ടായിരിക്കണമെന്ന് ആഗ്രഹിക്കുന്നുവോ അതെല്ലാം വിളയുന്ന ഭൂമികളാണ് യൂറോപ്പ്, UK, ഓസ്ട്രേലിയ എന്നിവയെല്ലാം. ദ ബിഗർ ക്വസ്റ്റ്യൻ ഈസ്, മൊറോക്കോയിൽ നിന്നാകട്ടെ, മറ്റ് ആഫ്രിക്കൻ രാജ്യങ്ങളിൽ നിന്നാകട്ടെ, ഇന്ത്യയിൽ നിന്നാകട്ടെ, ഏത് മൂന്നാം ലോക രാഷ്ട്രങ്ങളിൽ നിന്നാകട്ടെ, സ്വന്തം രാജ്യത്ത് ഇത്തരം സംവിധാനങ്ങൾ ഉറപ്പുവരുത്താതെ, സ്വന്തം രാജ്യത്തെ ഭരണാധികാരികളെ ഇത്തരം അടിസ്ഥാന സൗകര്യങ്ങളില്ലായ്മയ്ക്ക് അക്കൗണ്ടബിൾ ആക്കാതെ, ഇന്ത്യയിൽ സംഭവിക്കുന്നത് പോലെ മതത്തിന്റെ രാഷ്ട്രീയത്തിൽ ബലിയാടുകളായി വീണുപോകാതെ, സ്വന്തം രാജ്യത്ത് എന്തുകൊണ്ട് ഇത്തരം സംവിധാനങ്ങൾ ഉണ്ടാക്കാൻ നാം ശ്രമിക്കുന്നില്ല? എന്തുകൊണ്ടാണ് നാം രക്ഷപ്പെടാൻ മാത്രം ശ്രമിക്കുന്നത്? ഇനി രക്ഷപ്പെടൽ മാത്രമല്ല, അത്തരം രാജ്യങ്ങളിൽ പോയി അവിടം കൂടി തനിക്കാക്കി വെടക്കാക്കുന്നത് എന്തുകൊണ്ടാണ്? UK-യിലും ഓസ്ട്രേലിയയിലും കാനഡയിലുമെല്ലാം താമസിച്ച് പ്രക്ഷോഭങ്ങൾ കൊണ്ടും മോദി സ്തുതികൾ കൊണ്ടും അവിടം വികലമാക്കുന്ന ഇന്ത്യക്കാർ തന്നെയാണ് ഏറ്റവും നല്ല ഉദാഹരണം. പക്ഷേ കാരണം എന്തായാലും യൂറോപ്പ് കുടിയേറ്റ നിയമങ്ങൾ കർശനമാക്കാൻ തുടങ്ങിക്കഴിഞ്ഞു. പലയിടത്തും ഇൻവെസ്റ്റ്മെന്റ് വഴിയുള്ള ഗോൾഡൻ വിസ പ്രോഗ്രാമുകൾ പൂർണ്ണമായും റദ്ദാക്കപ്പെട്ടു. 5 വർഷത്തെ സ്ഥിരതാമസത്തിന് ശേഷം പൗരത്വം എന്നത് പല രാജ്യങ്ങളിലും 10 വർഷമാക്കി മാറ്റാൻ തുടങ്ങിക്കഴിഞ്ഞു. Maybe if this continues, all borders should be closed. What do you think?